നമ്മുടെ SSC GD കോൺസ്റ്റബിൾ 2025 റിസൾട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു റിസൾട്ടായിരുന്നു ഇപ്പം നിലവിൽ പബ്ലിഷ് ചെയ്തത്. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് നീട്ടി ലാസ്റ്റ് ഫൈനലി അത് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ മുമ്പ് ഡീറ്റെയിൽ അല്ല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഡീറ്റെയിൽ വീഡിയോ. മുമ്പ് ലിസ്റ്റ് എവിടെ കിട്ടും? നമ്മുടെ സൈറേൻ്റെ വാട്സപ്പ് ചാനലുണ്ട്, അതിൽ ഓരോരോ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൈറേൻ്റെ വാട്സപ്പ് ചാനൽ നമ്മൾ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൽ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്തു, വന്ന് ഉടനെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മുടെ വാട്സപ്പ് ചാനൽ ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ടെലിഗ്രാം, ഇതിലൊക്കെ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തു. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. കാരണം ഒരുപാട് കുട്ടികൾ വിത്ത് ഹെൽഡ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, മുന്നോട്ടേക്ക് പഠിക്കാനുള്ള വലിയൊരു പ്രചോദനമാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ഓഫ് എത്രയാണ് വന്നിട്ടുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾ സമയമുള്ളതുപോലെ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നീട് ആഫ്റ്റർ സം ടൈം നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ SSC GD കോൺസ്റ്റബിളിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്നതാണ്, B1 PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, B2 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ B3 കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ B1ഉം B2ഉം നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. ഒരു PDF 400 ചോദ്യമാണ് ഉണ്ടാകുക. അപ്പോൾ രണ്ടെണ്ണം കൂടി കഴിഞ്ഞാൽ ഏകദേശം 800 ചോദ്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കാകെ 80 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം കവർ ചെയ്തിട്ടാണ്, അതായത് അതിൻ്റെ പാറ്റേൺ നമ്മൾ പരമാവധി ഇതിൽ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മുമ്പുള്ള PDF ഒക്കെ വാങ്ങി പഠിച്ചവർക്ക് മനസ്സിലാവും. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതാണ് നമ്മുടെ PDF എന്ന് പറയുന്നത്. മാത്രമല്ല ഒരുപാട് അക്കാഡമികൾ നമ്മുടെ PDF റെഫർ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിയിട്ട്, അതായത് 20,000 അതുപോലെ തന്നെ 15,000 ഒക്കെ കൊടുത്ത് നിങ്ങൾ പഠിക്കുന്ന അക്കാഡമീസ് വരെ നമ്മുടെ PDF വാങ്ങിയിട്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പൊതുവേ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ട് ലഭിക്കുന്നതാണെന്ന് കരുതി വാല്യൂ ഇല്ലാന്ന് കരുതണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ B3ൻ്റെ കാര്യം പ്രത്യേകം പറയും, ഇത് മലയാളത്തിലാണ് കേട്ടോ, ഇത് മലയാളത്തിലാണ്. ഇതിൽ 200 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. B3ൻ്റെതാണ്. അപ്പോൾ വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ കമൻറ്റ് ബോക്സിലും കൂടി കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റിൻ്റെ കോഡുകളെ കാണാൻ സാധിക്കും. അതിന് A എന്ന് പറയുന്നത് BSF ആണ്, B എന്ന് പറയുന്നത് CISF ആണ്, C എന്ന് പറയുന്നത് CRPF ആണ്, D എന്ന് പറയുന്നത് SSB ആണ്, E എന്ന് പറയുന്നത് ITBP ആണ്, അതുപോലെ FIAR ആണ്, അതുപോലെ തന്നെ G എന്ന് പറയുന്നത് NSB ആണ്, അതായത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ്, അതുപോലെ തന്നെ H എന്ന് പറയുന്നത് SSF ആണ്. ഈ പോസ്റ്റുകളുടെ കോഡാണ് കേട്ടോ ഇത്. നിങ്ങളുടെ റിസൾട്ടിൻ്റെ ചുവടെ നൽകുന്ന ഏത് പോസ്റ്റിലാണ് കിട്ടിയെന്നുള്ളത് ഈ കോഡിലൂടെയാണ് നൽകുക. അപ്പോൾ ഈ കോഡിൽ ഏതാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതായിരിക്കും നിങ്ങൾക്ക് ജോലിയിലേക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്, അതിലേക്കായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എല്ലാവരും ഈ സ്വപ്നം നിറവേറാൻ പോകുന്നു എന്നറിയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ NCBയിലേക്ക് റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസി ആണ്. അത് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ CAPF, അതായത് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് നമ്മുടെ ITBP, അതുപോലെ SSB, ദെൻ ഓൾസോ CRPF, CISF, BSF, ഇതിലേക്കൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് കിടക്കാവുന്നതാണ്. അതിന് മുമ്പ് വിത്ത് ഹെൽഡ് ലിസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരുപാടധികം പേരുടെ റിസൾട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 84 കാൻഡിഡേറ്റിൻ്റെ ഡ്യൂ ടു വേരിയസ് കോർട്ട് ഓർഡറിൻ്റെ കാര്യത്തിൽ വേക്കൻസി ഹാവ് ബീൻ കീപ്ഡ് ഇൻ റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അത് കോർട്ട് കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിപ്പോൾ ചില നോട്ടിഫിക്കേഷനിൽ മെജോറിറ്റി ഓഫ് സമയത്ത് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മെജോറിറ്റി ഓഫ് സമയത്തും ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ പോകാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. പക്ഷേ ഇതിൻ്റെ സെലക്ഷനൊക്കെ വളരെ സ്പീഡിൽ തന്നെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, വലിയ തിരക്കടില്ലാതെ അത്യാവശ്യം സ്പീഡിൽ തന്നെ നടന്നു. ഇപ്പം 2026 നടക്കുന്നില്ല, ഇപ്പം നടക്കാൻ പോകുന്ന എക്സാമിനേഷൻ അതിലും സ്പീഡിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കാരണം മാർച്ചിൽ എക്സാം ഉണ്ടാകുന്നതായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ ആ ഒരു മാർച്ച് ഇപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ നമുക്ക് എക്സാമിനേഷൻ 23-ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയാണ് കണ്ടിട്ടുള്ളത്. മേ ബി ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം, അങ്ങോട്ട് വരത്തേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പ്രത്യേകം കീപ്പ് ഇൻ മൈൻഡ് ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 9 കാൻഡിഡേറ്റ്സിൻ്റെ. പ്രധാനമായിട്ട് ഇതിൽ പറയാനുള്ള കാര്യം, ഫൈനൽ റിസൾട്ട് ഓഫ് 2003 കാൻഡിഡേറ്റ് ഹാവ് ബീൻ കീപ്ഡ് ഇൻ വിത്ത് ഹെൽഡ് ഡ്യൂ ടു കോർട്ട് ഓർഡേഴ്സ്, അതുപോലെ തന്നെ മറ്റ് സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആയിട്ടല്ലേ കൊടുത്തത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റിംഗ് ഡേറ്റിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഓക്കെ അല്ലേ. പിന്നെ ഈ കഴിഞ്ഞ ഫിസിക്കലിന് ഞാൻ കണ്ടൊരു കാര്യമാണ്, ഫിസിക്കൽ ടെസ്റ്റിന് അവിടുന്ന് പറയുന്ന പട്ടാളക്കാർ പറയുന്ന യാതൊരു കാര്യവും ആരും അനുസരിക്കാതെ ഉന്തിയും തള്ളിയും പല രീതിയിൽ അവിടുന്ന്
യാതൊരു ഇതുമില്ലാതെ അങ്ങനെ ഒരു സംഭവം പ്രവണത ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ എക്സാം എന്ന് പറയുമ്പോൾ ഈ ഫിസിക്കൽ ഒരു എക്സാം തന്നെയാണ്. നമുക്ക് ഫിസിക്കൽ എക്സാമിനാണ്, മെഡിക്കൽ എക്സാമാണ്, മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ ക്യാരക്ടറൊക്കെ നോട്ട് ചെയ്യപ്പെടാം. അപ്പോൾ അതിലാരെങ്കിലും എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിത്ത് ഹെൽഡ് ലിസ്റ്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾ വളരെ മാന്യതയോട് കൂടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് സൈറ്റിലാണെങ്കിലും എക്സാം സൈറ്റിലാണെങ്കിലും എല്ലാവരുടെയും നമ്മൾ എന്താണ് പെരുമാറുന്നത്, സമൂഹത്തിലാണെങ്കിലും പെരുമാറുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് നല്ലതാണ്, നമുക്കും നല്ലതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് മോശം ബാധിക്കുന്നത് ഇതുപോലുള്ള ലിസ്റ്റിലൊക്കെ വരുന്ന സമയത്ത് ഫൈനലി നമ്മൾ ആ ഒരു കാരണം കൊണ്ട് നമ്മൾ മെഡിക്കലും കാര്യങ്ങളൊക്കെ പാസ്, ഈ ഒരു റീസൺ മാത്രമായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊരു റീസണാണ്. അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ പാസ്സായിട്ട് ഫൈനലി വിത്ത് ഹെൽഡ് ലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും പാനിക്കും കാര്യങ്ങളും അങ്ങനെ കുറേ അധികം നടക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലാ എക്സാമും കാര്യങ്ങളും പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനോട് കൂടി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ എക്സാമിന് കയറ്റില്ല, എക്സാം എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും മിസ്മാച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ വിത്ത് ഹെൽഡ് ലിസ്റ്റ് അധികം വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ഡീറ്റെയിൽ എൻക്വയറിക്ക് ശേഷം ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഹാവ് ബീൻ കീപ് വിത്ത് ഹെൽഡ് ലിസ്റ്റ് കുറച്ച് കോർട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് അവരുടെ പ്രവണതകൾ കൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് മനസ്സിലായിട്ടുള്ളത്. ബാക്കിയുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് വിത്ത് ഹെൽഡ് ലിസ്റ്റിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഓരോരോ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ വിത്ത് ഹെൽഡ് ലിസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളെല്ലാ രീതിയിലും പ്രോപ്പറായിട്ട് തന്നെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3 എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഉൾപ്പെട്ടിട്ടുള്ളത്. വനിതകളെയും പുരുഷന്മാരെയും നമ്മൾ നോക്കുകയാണ്. ലിസ്റ്റ് 1 വനിതകളുടെയും ലിസ്റ്റ് 2 ഫീമെയിൽസിൻ്റെയാണ്. നമുക്ക് 53,000 മുകളിലായിരുന്നു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 53K മുകളിലുണ്ടായിരുന്നു വേക്കൻസി കേട്ടോ. അത്രയും പേരെ ഇവിടെ സെലക്ട് ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് കട്ട് ഓഫ് വലിയ രീതിയിൽ ഇൻക്രീസ് ആയിട്ടൊന്നുമില്ല. എസ്പെഷ്യലി ഇപ്പോൾ ആൺകുട്ടികളുടെ കാര്യത്തിൽ കട്ട് ഓഫ് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ അടുത്തും പറഞ്ഞില്ല, കാരണം എങ്ങാനും കൂടിയാലെന്ന് കരുതി ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറയും ചിലപ്പോൾ പോയിൻ്റ് 1 മാർക്കായിരിക്കും കൂടുക, ചിലപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് കൂടുമോ എന്നുള്ള ഡൗട്ടാണല്ലോ, 1 മാർക്കായിരിക്കും കൂടുക. ഞാൻ വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും പറഞ്ഞില്ല, ചാനലിലൊന്നും പറഞ്ഞില്ല. ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ കൂടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും ആയിരിക്കും എന്നൊന്നും പറഞ്ഞില്ല, കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ വരണമെന്ന് 100% ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, ചെറിയൊരു മാർക്കേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം, മുമ്പോട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 53-ൽ കൂടുതൽ ആൾക്കാരൊന്നും അത്രയൊന്നും ആൾക്കാർ ഇവിടെ സെലക്ട് ആയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആ വേക്കൻസി എന്താണ് നമുക്ക് നെക്സ്റ്റ് ടൈം വേക്കൻസി ഏതായാലും അപ്ഡേറ്റ് ആകുമെന്നാണ് മനസ്സിലായിട്ടുള്ളത്. നെക്സ്റ്റ് ഇനിയിപ്പോൾ നമ്മുടെ 2026 വേക്കൻസി അപ്ഡേറ്റ് ആകുമെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വരാനുള്ള ചാൻസാണ് നമുക്ക് കൂടുതലും കാണുന്നത്. അതുപോലെ വിത്ത് ഹെൽഡ് ലിസ്റ്റിൽ 2003 പേര് ഉൾപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങൾ അതിലേക്ക് കിടക്കാം. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ് ഓൾ ഇന്ത്യ വേക്കൻസിൻ്റെ ആണ് കേട്ടോ. NCB അത് നമ്മൾ നോക്കുന്നില്ല. NCBയിൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ പറയാം, നല്ല മാർക്ക് അതിന് ആവശ്യമായിട്ടുണ്ട്. എന്തായാലും ആദ്യം പെൺകുട്ടികളുടെ ലിസ്റ്റാണ് വരുന്നത്. അതായത് നമുക്കിവിടെ ഏറ്റവും ടോപ്പിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ CAPFലേക്കുള്ള കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ഫീമെയിൽ കാൻഡിഡേറ്റ് സെലക്റ്റഡ് നമ്മുടെ സ്റ്റേറ്റ് വൈസ് ആയിട്ടും അതുപോലെ തന്നെ UT നമ്മുടെ യൂണിയൻ ടെറിട്ടറി വൈസ് ആയിട്ടും വന്നിട്ടുള്ളതാണ് CAPF, അതായത് നമ്മുടെ ഒരു ഫോഴ്സിലേക്കുള്ളത്. അപ്പോൾ ജനറൽ ഏരിയ ബോർഡർ കേരളം വരില്ല, ബോർഡർ ഏരിയ അതുപോലെ തന്നെ നെക്സൽ ഏരിയ, അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് കേരളത്തിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോരോ സ്റ്റേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്ര വേക്കൻസി അവിടെ വന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏരിയ ജനറൽ ആണോ നെക്സൽ ആണോ അത് കൊടുത്തിട്ടുണ്ട്, ബോർഡർ ആണോ അതിൻ്റെ കൊടുക്കും. കേരളത്തിൽ ബോർഡർ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ കട്ട് ഓഫ് എത്രയാണ് അതിന് വന്നിട്ടുള്ള ഫൈനൽ കട്ട് ഓഫ് ആണ് കേട്ടോ. ഇത് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ഓഫും കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെതാണ് എടുക്കേണ്ടത്. ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ കേരളത്തിൻ്റെ ഫീമെയിൽസിൻ്റെ ആണ് കേട്ടോ നോക്കുന്നത്. കേരളത്തിൻ്റെ ഫീമെയിൽസിൻ്റെ ആസാം റൈഫിൾസിന് ജനറൽ ഏരിയ ജനറൽ വിഭാഗത്തിന് വന്നിട്ടുള്ളത് ഓരോരോ ഒഴിവുകളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. 97 പോയിൻറ്റ് ചില്ലാണ്. നമ്മളൊന്ന് റൗണ്ട് ഫിഗറിലാണ് കേട്ടോ എല്ലാം പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. റൗണ്ടിൽ ഞാൻ ഓരോന്ന് പറയാം. അപ്പോൾ അവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 97 മാർക്കാണ് വന്നിട്ടുള്ളത്. ആ ഒരു മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ വാങ്ങിയിട്ടുള്ളവർക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. പിന്നെ നെക്സൽ ഏരിയ ആണ് ജനറൽ വിഭാഗത്തിന്. അവിടെ വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കാരണം ഇവിടെ കട്ട് ഓഫ് ഒന്നും പറഞ്ഞിട്ടില്ല, വേക്കൻസി ഒന്നും വന്നിട്ടില്ല. ഈ ഒരു ആസാം റൈഫിൾസിന് വന്നിട്ടില്ല. അത് നില്ലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സെലക്ട് ചെയ്തിട്ടില്ല, ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്തിട്ടില്ല, നില്ലായിട്ടാണ് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ ആസാം റൈഫിൾസ് ജനറൽ നെക്സൽ നോക്കി. ഇനി BSF നമുക്ക് നോക്കാം. BSFൻ്റെ ജനറൽ ഏരിയ ESM കാണാൻ സാധിക്കും. ESM മുതലാണ് കേട്ടോ തുടങ്ങുന്നത്. എക്സ് സർവീസ് മാൻ അത് നമ്മൾ പറയുന്നില്ല, സർവീസിലുള്ള ഇവിടെ സെലക്റ്റും ആയിട്ടില്ല കേട്ടോ. അതങ്ങനെയുണ്ട്, വേക്കൻസി ഉണ്ട്, പക്ഷേ ആരും തന്നെ കയറിയിട്ടില്ല. അതുപോലെ തന്നെ BSFൻ്റെ EWS കാണാൻ സാധിക്കും. ജനറൽ EWSന് വന്നിട്ടുള്ളത്
3 വേക്കൻസി ഉണ്ടായിരുന്നു, 2 പേരാണ് സെലക്ട് ആയിട്ടുള്ളത്. 84 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 84 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള പെൺകുട്ടികൾ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സൽ ഏരിയയിൽ കാണാൻ സാധിക്കുന്നതാണ്. നെക്സൽ ഏരിയയിൽ നമുക്ക് EWSന് വന്നിട്ടുള്ളത് 2 വേക്കൻസി ഉണ്ടായിരുന്നു, ആരും തന്നെ അവരിൽ സെലക്ട് ആയിട്ടില്ല എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. BSFൽ ആരും ഫീമെയിൽസിന് നെക്സലിലൂടെ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, EWS കാറ്റഗറിയാണ് കേട്ടോ. കാറ്റഗറി കൂടി ശ്രദ്ധിക്കണം. ഇനി എൻ്റെ ഫ്രണ്ട് കയറിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കല്ലേ പെൺകുട്ടികളുടെ, കാരണം എല്ലാ ഫ്രണ്ട് കയറിയിട്ടുണ്ട് ഞാൻ കയറിയിട്ടുണ്ട് അങ്ങനെ പറയില്ല. ഇവിടെ കാറ്റഗറി കൂടി ശ്രദ്ധിക്കണം. EWSൽ നിന്ന് ആരും കയറിയിട്ടില്ല എന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള BSF ജനറലിൻ്റെ നോക്കുകയാണെങ്കിൽ ജനറൽ OBC ആണ് കേട്ടോ. OBC ജനറൽ വിഭാഗത്തിന്, അത് ജനറൽ എന്ന് പറയുന്നത് ജനറൽ ഏരിയ ആണ്, സ്ഥലം ജനറൽ. കണ്ണൂരോ അല്ലെങ്കിൽ വയനാടോ അല്ലാത്തവരെയാണ് ഇവിടെ ജനറൽ എന്ന് പറയുന്നത്. ഒന്നിക്ക് കണ്ണൂരായിരിക്കാം അല്ലെങ്കിൽ വയനാടായിരിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതാണ് ജനറൽ നെക്സൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനറൽ ഏരിയ OBCൻ്റെ നോക്കുകയാണെങ്കിൽ OBC വിഭാഗത്തിന് 11 ഒഴിവുണ്ടായിരുന്നു, 3 പേരാണ് സെലക്ട് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. 102 കട്ട് ഓഫ് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. 102 കാണിച്ചിട്ടുള്ളത്. ഇനി നെക്സൽ OBC നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് 7 ഒഴിവുണ്ട്, 6 പേരാണ് കയറിയിട്ടുള്ളത്. 49 കേട്ടോ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 49 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ജനറൽ ഏരിയ SC ആണ്. 3 ഒഴിവുണ്ട്, 3 പേര് കയറിയിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 85 കട്ട് ഓഫ് വന്നതായിട്ട് കാണാൻ സാധിക്കും. നെക്സൽ ഏരിയ SC കാണാൻ സാധിക്കും, ആരും തന്നെ കയറിയതായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് ജനറൽ ഏരിയ, ജനറൽ വിഭാഗത്തിന് 20 ഒഴിവുണ്ടായിരുന്നു, 3 പേരാണ് കയറിയതായിട്ട് കാണിക്കുന്നത്. 96 മാർക്കായിരുന്നുള്ളത്. കേരളത്തിൻ്റെ ഒരു കാര്യമാണിത് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നെക്സൽ ഏരിയ ജനറലിൻ്റെ വിഭാഗത്തിന് 13 ഒഴിവുണ്ടായിരുന്നു, അതിൽ 9 പേര് കയറിയിട്ടുണ്ട്. 49 തന്നെയായിരുന്നു കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ CISF ESM എക്സ് സർവീസ്മാൻ നോക്കുന്നില്ല, ESMൻ്റെ ജനറൽ നെക്സൽ അത് രണ്ടും നോക്കുന്നില്ല. EWS നമുക്ക് നോക്കാം. EWS ഒന്നുകൂടെ സ്ക്രീൻ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് EWS ജനറൽ ഏരിയയിൽ CISFൽ 2 ഒഴിവായിരുന്നുണ്ട്, 2 പേരും കയറിയിട്ടുണ്ട്. അതായത് ജോലി ലഭിച്ചിട്ടുണ്ട്, അവർ ജോലിക്ക് പോകുകയാണെങ്കിൽ അവർക്ക് കയറാം. അപ്പോൾ അവിടെ 96 മാർക്കാണ് വേണ്ടിയുള്ളത്. അതുപോലെ തന്നെ നെക്സൽ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ 1 ഒഴിവാണുള്ളത്. ആ 1 ഒഴിവിൽ പിന്നെ ആരും തന്നെ കയറിയതായിട്ട് കാണിക്കുന്നില്ല എന്നും കൂടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും CISFൽ ജനറൽ ഏരിയ OBCക്ക് വേണ്ടിയുള്ള കട്ട് ഓഫ് 6 വേക്കൻസി ആയിരുന്നു ഉള്ളത്. 6 പേരും കയറിയിട്ടുണ്ട്. ജനറൽ ഏരിയയിൽ 108 പെൺകുട്ടികൾക്ക് കട്ട് ഓഫ് വേണ്ടിയുള്ളത് കേട്ടോ. 108 കേരളത്തിൻ്റെ കട്ട് ഓഫ് ആണ്. 108 ഹൈ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് മുമ്പ് ഈ ഒരു കട്ട് ഓഫ് എവിടെയും കണ്ടില്ല. CISFനാണ് കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ CISF നെക്സൽ ഏരിയയിൽ OBCക്ക് വേണ്ടിയുള്ളത് 5 വേക്കൻസി, 5 പേരും കയറിയിട്ടുണ്ട്. 84 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ CISF തന്നെ ജനറൽ ഏരിയ SCക്ക് വന്നിട്ടുള്ളത് 3 ഒഴിവുണ്ട്, 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. 3 പേര് ഇതിന് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ 93 ഇവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് CISF നെക്സൽ ഏരിയ SC വിഭാഗത്തിന് നോക്കാവുന്നതാണ്. അപ്പോൾ അവിടെ 2 ഒഴിവുണ്ട്, ആരും തന്നെ കയറിയതായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ CISF ജനറൽ ഏരിയയിലുള്ള നോക്കാവുന്നതാണ്. 12 ഒഴിവുണ്ട്, 12 പേരും കിട്ടിയിട്ടുണ്ട്. 106 മാർക്ക് ജനറലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു OBCക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. OBCക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 108 മാർക്ക് വന്നിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിന് 106 മാർക്കേ വന്നിട്ടുള്ളൂ. അത് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട. വേക്കൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ 12 വേക്കൻസി ഉണ്ട്, ഇവിടെ OBCക്ക് പെൺകുട്ടികൾക്ക് 6 വേക്കൻസി ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. നെക്സൽ ഏരിയ ജനറലിന് 10 ഒഴിവുണ്ട്, 10 പേരും കയറിയിട്ടുണ്ട്. 62 മാർക്കാണ് ഇവിടെ പറയുന്നത്. പെൺകുട്ടികളുടേതാണ് കേട്ടോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത CRPF ആണ്. ESM നമ്മൾ നോക്കുന്നില്ല, എക്സ് സർവീസ്മാൻ നോക്കുന്നില്ല. EWS മുതൽ നോക്കാം. EWS ആരും കയറിയിട്ടില്ല, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ EWS നെക്സിൽ നിന്നും ആരും കയറിയിട്ടില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഇനി OBC ആണ്. ജനറൽ ഏരിയ OBCയിലേക്ക് നമുക്ക് നോക്കാം. ജനറൽ ഏരിയ OBCയിൽ 2 പേരാണ്, 2 വേക്കൻസി ആണുള്ളത്, 2 പേര് കയറിയിട്ടുണ്ട്. 106 കട്ട് ഓഫ് 106 വന്നിട്ടുള്ളത് CRPFന് കേട്ടോ. അതുപോലെ തന്നെ ഇത്ര നേരം പറഞ്ഞതിൽ നമുക്ക് CISFന് OBCക്കാണ് ഏറ്റവും കൂടുതൽ 108 കട്ട് ഓഫിൻ്റെ മുകളിൽ വന്നിട്ടുള്ളത്. ഇനി CRPF നെക്സൽ ഏരിയ OBC ഒരു ഒഴിവ് ഒരാൾ സെലക്ട് ആയിട്ടുണ്ട്. 50 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ CRPF ജനറൽ SC ഒരു ഒഴിവ് ഒരാൾ കയറിയിട്ടുണ്ട്. 88 മാർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ നെക്സൽ ഏരിയ SC ആരും തന്നെ കയറിയതായിട്ടുള്ള റിപ്പോർട്ടില്ല. അതുപോലെ തന്നെ CRPF ജനറൽ ഏരിയ ജനറൽ വിഭാഗത്തിന് 4 ഒഴിവ്, 4 പേര് വന്നിട്ടുണ്ട്. 101 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. പിന്നെ CRPF നെക്സൽ 2 ഒഴിവ്, 2 പേരാണ് സെലക്ട് ആയിട്ടുള്ളത്. 78 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലത്തെ ITBP ജനറലിൽ ESM നമ്മൾ നോക്കുന്നില്ല. അതുപോലെ തന്നെ അത് എക്സ് സർവീസ്മാൻ ആണ്, ആരും കയറിയിട്ടില്ല കേട്ടോ. ജനറൽ ഏരിയയിൽ ആരും കയറിയിട്ടില്ല എന്ന് ശ്രദ്ധിച്ച് ജനറലായിട്ടാണ് അത് വിളിക്കുന്നത്. അതുപോലെ ITBP ജനറൽ OBCക്ക് 2 ഒഴിവ് ആരും തന്നെ കയറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് നെക്സ്റ്റിലേക്ക് കിടക്കാം. ITBP ജനറലാണ് നമ്മൾ നോക്കിയത്. ആരും തന്നെ ITBP EWS നോക്കി ആരും തന്നെ ഇല്ല. അതുപോലെ തന്നെ ITBP
OBCയിൽ 2 ഒഴിവുണ്ട്, ആരും കയറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ OBC നെക്സൽ ഏരിയയിൽ ഒരാൾ കയറിയിട്ടുണ്ട്, 52 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നമുക്ക് താഴേക്കുള്ള ഓരോന്നോരോന്നായിട്ട് നോക്കാം. 52 ശേഷമുള്ളത് ITBP ജനറൽ SC വിഭാഗത്തിന് ഒരു ഒഴിവ് ഒരാൾ കയറിയിട്ടുണ്ട്, 88 കട്ട് ഓഫ്. പിന്നെ ജനറൽ 7 ഒഴിവുണ്ട്, ഒരാളാണ് കയറിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ജനറൽ ഏരിയയിൽ ജനറൽ വിഭാഗമാണ് കേട്ടോ. ITBPയിൽ 99 കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത്ര നേരമായിട്ട് CISFൻ്റെ ആ ഒരു 108 എന്ന് പറയുന്ന ആ ഒരു ഇതിനെ ബീറ്റ് ചെയ്തിട്ടില്ല ഒരു ഫോഴ്സിലേക്കും. അതിൽ കൂടുതൽ കട്ട് ഓഫ് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇത്ര നേരം പറഞ്ഞത് ഇത്ര നേരം അതിൽ കൂടുതൽ വന്നിട്ടില്ല. 106 വരെ വന്നതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് നോക്കാവുന്നതാണ്. അടുത്തത് ITBP നെക്സൽ ഏരിയ ജനറൽ വിഭാഗത്തിന് 3 ഒഴിവ് ആരും തന്നെ കയറിയതായിട്ട് കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ വരുന്നത് കേട്ടോ. കേരളത്തിൻ്റെ ഇവിടം വരെയാണ് കേരളത്തിൻ്റെ പെൺകുട്ടികളുടെ വരുന്നത്. ITBP നെക്സൽ ഇവിടം വരെയാണ് നമ്മുടെ കേരളത്തിൻ്റെ വരുന്നത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആൺകുട്ടികളുടെ നോക്കാം. ആൺകുട്ടികളുടെ എത്ര പേരാണ് സെലക്ട് ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. ആൺകുട്ടികളുടെ കട്ട് ഓഫ് കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കി ഇവിടെ കാണാൻ സാധിക്കും. ആൺകുട്ടികളുടെ ലിസ്റ്റിൻ്റെ കട്ട് ഓഫും ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളം എടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ സ്പീഡിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആസാമൊക്കെ കഴിഞ്ഞ് കുറേ താഴേക്ക് പോയ കർണാടകൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കേരളം. നമുക്ക് ഇവിടെ മുതൽ ആൺകുട്ടികളുടെ കാണാൻ സാധിക്കും. ആദ്യം തന്നെ ESM ആണുള്ളത്, എക്സ് സർവീസ് മാനാണ്, ആരും കയറിയതായിട്ട് അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ മുതൽ അതായത് EWS മുതൽ നമുക്ക് നോക്കാവുന്നതാണ്. EWS ജനറൽ ഏരിയയിൽ EWSന് 3 ഒഴിവുണ്ട്, 2 പേരാണ് കയറിയിട്ടുള്ളത്. ജനറൽ EWS നിങ്ങൾക്ക് കാണാൻ സാധിക്കും 57 കട്ട് ഓഫ് ആണല്ലോ, ആൺകുട്ടികളുടേതാണ്. നെക്സൽ EWSന് 2 ഒഴിവ് ആരും കയറിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജനറൽ OBCയിൽ 7 ഒഴിവ്, 7 പേരും കയറിയിട്ടുണ്ട്. ആസാം റൈഫിൾസിന് 77 കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞത്. 77 കൂടുതലുണ്ട്. 77 നമ്മൾ റൗണ്ട് ഫിഗർ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ. 77 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവർക്ക് ജോലി ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സൽ ഏരിയ OBCക്ക് 5 ഒഴിവ്, 5 പേരും കയറിയിട്ടുണ്ട്. 68 കേട്ടോ കട്ട് ഓഫ് ആയിട്ടുള്ളത്. 68 കട്ട് ഓഫ് ആയിട്ടുള്ളത്. അതുപോലെ ജനറൽ ഏരിയ SC വിഭാഗം 33 3 വേക്കൻസി ഉണ്ട്, 3 പേരും കയറിയിട്ടുണ്ട്. 54 കേട്ടോ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സൽ ഏരിയ SC വിഭാഗത്തിന് 2 ഒഴിവ് ആരും കയറിയിട്ടില്ല. പിന്നെ ജനറൽ ഏരിയ SC 1 ഒഴിവ് ആരും കയറിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നെക്സൽ ഏരിയ ST വിഭാഗം 1 ഒഴിവ് ഒരാൾ കയറിയിട്ടുണ്ട്, 72 കട്ട് ഓഫ്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ജനറൽ UR അതായത് ജനറൽ വിഭാഗത്തിൽ ജനറലിന് 12 ഒഴിവുണ്ട്, 12 പേരും സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ 71 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 71 ഓരോ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം എഴുതാൻ പോകുന്നവർ ഓരോന്നായിട്ട് ഇതിൽ നിന്നുള്ളത് ശ്രദ്ധിച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറൽ UR വരെ ഇവിടെ വരെ നമ്മൾ നോക്കി. ഇനി നെക്സൽ ജനറൽ നമുക്ക് നോക്കാം. നെക്സൽ വിഭാഗത്തിൽ ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള 9 ഒഴിവുണ്ട്, 8 പേര് കയറിയിട്ടുണ്ട്. 48 കേട്ടോ കട്ട് ഓഫ് ഉണ്ട്, 48 അവർക്ക് വന്നിട്ടുള്ളത്. ഇനി ESM ആണ് അത് വന്നിട്ടുള്ളത്. ഇതൊക്കെ എത്ര നേരം പറഞ്ഞാൽ ആസാം റൈഫിൾ. ഇനി BSFൻ്റെ ആണ് നമ്മൾ പറയുന്നത്. ESM എക്സ് സർവീസ് മാൻ നമ്മൾ നോക്കുന്നില്ല. ഇനി ജനറൽ EWSൽ നമുക്ക് വന്നിട്ടുള്ള 21 ഒഴിവുണ്ട്, 2 പേര് കയറി, 45 മാർക്ക്. 45 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളവർ കയറി. അതുപോലെ നെക്സൽ ഏരിയ നോക്കിയാണ് 16 ഒഴിവ് ആരും കയറിയിട്ടില്ല. അതുപോലെ തന്നെ ജനറൽ വിഭാഗം OBCയിലേക്ക് നോക്കിയാണ് 58 ഒഴിവ്, 58 പേര് കയറിയിട്ടുണ്ട്. 63 കൂടുതൽ മാർക്കുള്ളവരാണ് കയറിയിട്ടുള്ളത്. ഇനി നെക്സൽ OBC 41 മാർക്കാണ്. 41 വേക്കൻസിയാണ്, 19 പേര് കയറിയിട്ടുണ്ട്. 42 അതിൽ കയറാനായിട്ടുള്ള. നെക്സൽ ഏരിയ 42 അല്ല അതിൻ്റെ മുകളിലുള്ള OBCക്ക് BSFലേക്ക് സെലക്ഷൻ ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇനി ജനറലാണ് SC വിഭാഗം 21 ഒഴിവാണുള്ളത്. അതിൽ 18 പേര് സെലക്ട് ആയിട്ടുണ്ട്, 51 കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞത്. ഇനി നെക്സൽ SC വിഭാഗം 16 ഒഴിവുകൾ, 6 ആളുകളാണ് സെലക്ട് ആയിട്ടുള്ളത്. 43 അല്ല അതിൽ കൂടുതലോ മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും BSF തന്നെ ജനറൽ ST ആണ്. ST വിഭാഗത്തിൽ 2 ഒഴിവ് ഒരാളാണ് കയറിയിട്ടുള്ളത്, 66 മാർക്ക്. പിന്നെ BSFൻ്റെ നെക്സലിലേക്ക് ST 1 ഒഴിവ് ഒരാളാണ് കയറിയിട്ടുള്ളത്, 53 മാർക്ക്. അതുപോലെ തന്നെ BSF ജനറൽ വിഭാഗം 111 ഒഴിവിൽ 103 പേരാണ് കയറിയിട്ടുള്ളത്, 58 മാർക്കും അല്ല അതിൻ്റെ മുകളിലാണ് കട്ട് ഓഫ്. പിന്നെ നമ്മുടെ BSFൽ നെക്സൽ ഏരിയ നമ്മുടെ ജനറൽ വിഭാഗത്തിന് 81 ഒഴിവുണ്ടായിരുന്നു, 13 പേരാണ് സെലക്ട് ആയിട്ടുള്ളത്, 51 അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ മാർക്കുള്ളവർ സെലക്ട് ആയിട്ടുണ്ട്. ഇനി CISF ആണ്. CISF ജനറൽ വിഭാഗത്തിൽ ESMന് ഒന്നും തന്നെ ഇല്ല, തന്നെ നമ്മളത് നോക്കുന്നില്ല. എക്സ് സർവീസ് മാനാണ്. നിങ്ങൾക്ക് ഓരോന്ന് ഡീറ്റെയിൽസ് എക്സ് സർവീസ് മാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം കേട്ടോ. നമുക്ക് EWS നോക്കാം. ജനറൽ EWSന് 20 ഒഴിവ്, 4 പേര് സെലക്ട് ആയി, 46 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ മാർക്കുള്ളവർ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സൽ ഏരിയ EWS കാണാൻ സാധിക്കും 13 ആരും തന്നെ കയറിയിട്ടില്ല, 13 ഒഴിവുണ്ട്, ആരും തന്നെ സെലക്ട് ആയിട്ടില്ല. ഇനി ജനറൽ ഏരിയയിലുള്ള OBCൻ്റെ കാര്യമാണ് നോക്കുന്നത്. ജനറൽ ഏരിയ OBC 57 ഒഴിവ്, 57 പേരും കയറിയിട്ടുണ്ട്, 80 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ മാർക്കുള്ളവരാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇനി നെക്സൽ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ OBCൻ്റെ കാണാൻ സാധിക്കും. നെക്സൽ ഏരിയയിൽ 44 ഒഴിവുണ്ടായിരുന്നു, 43 പേരും കയറിയിട്ടുണ്ട്. 42 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മാർക്കോ ഉള്ളവരാണ് ഇതിൽ സെലക്ട് ആയിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ജനറൽ ഏരിയയിൽ SC വിഭാഗം 22 വേക്കൻസിയാണ്.
അതിൽ 22 മാർക്കോ അല്ലെങ്കിൽ 22 പേരും സെലക്ട് ആയിട്ടുണ്ട്. 57 മാർക്കോ അല്ല അതിൽ കൂടുതലുള്ളവരോ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നെക്സൽ CISF തന്നെ SC വിഭാഗത്തിന് 53 കട്ട് ഓഫ്. ഓരോന്ന് പെട്ടെന്ന് നമുക്ക് പറയാം. ഇനി ജനറൽ ST വിഭാഗത്തിന് നമുക്ക് കാണാൻ സാധിക്കും 66 മാർക്കാണ്. ഇനി നെക്സൽ 59 മാർക്കാണ് വന്നിട്ടുള്ളത് ST വിഭാഗത്തിന് തന്നെ. അതുപോലെ തന്നെ CISF ജനറൽ വിഭാഗത്തിന് വന്നിട്ടുള്ളത് 110 ഒഴിവുണ്ട്. 110 പേരും കയറിയിട്ടുണ്ട്, സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും 73 അല്ല അതിൽ കൂടുതലാണ് കട്ട് ഓഫ്. ഇനി നെക്സൽ ഏരിയയിൽ നമ്മുടെ ജനറൽ വിഭാഗത്തിന് വന്നിട്ടുള്ള കട്ട് ഓഫ് 48 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ളവരാണ് സെലക്ട് ആയിട്ടുള്ളത്. പിന്നെ വരുന്നത് CRPF ആണ്. CRPFൻ്റെ ESM കാര്യങ്ങളൊക്കെ ഇവിടെ വന്നത് കാണാൻ സാധിക്കും. നമുക്ക് EWS തൊട്ട് തുടങ്ങാം. EWSൽ നമുക്ക് CRPFൽ വന്നിട്ടുള്ളത് ആദ്യം തന്നെ പറയാനുള്ളത് ജനറൽ ഏരിയ ആണ്. ജനറൽ ഏരിയയിൽ 19 ഒരാൾ കയറിയിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നതാണ്. EWSൽ 45 കട്ട് ഓഫ്. പിന്നെ നെക്സൽ ഏരിയയിൽ കാണാൻ സാധിക്കും EWS ആരും തന്നെ ഇല്ല. പിന്നെ ജനറൽ ഏരിയയിൽ OBCക്ക് വന്നിട്ടുള്ളത് 66 കട്ട് ഓഫ്. നെക്സൽ ഏരിയയിൽ OBCക്ക് CRPFിലേക്ക് എത്തി കേട്ടോ. OBCക്ക് വന്നിട്ട് 41 അല്ല അതിൽ കൂടുതലുമാണ്. ജനറൽ ഏരിയ SC വന്നിട്ടുള്ളത് 52. അതുപോലെ നെക്സൽ ഏരിയ SC വന്നിട്ടുള്ളത് ആരും തന്നെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ജനറൽ ഏരിയ ST വന്നിട്ടുള്ളത് 60. നെക്സൽ ഏരിയ ST വന്നിട്ടുള്ളത് 55. അതുപോലെ ജനറൽ വന്നിട്ടുള്ളത് 59. അതുപോലെ നെക്സൽ ഏരിയ അൺറിസർവ്ഡ്, അതായത് ജനറൽ വിഭാഗത്തിൽ വന്നിട്ടുള്ളത് 50 മാർക്കാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു OBCക്കൊക്കെയാണ് ഇവിടെയും കട്ട് ഓഫ് കൂടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഈ പോസ്റ്റുകൾക്കാന്ന് തോന്നുന്നു 66 ഇവിടെ കാണുന്നുണ്ട്. ഓരോന്ന് നമുക്ക് അനലൈസ് ചെയ്ത് പോകാം. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ജനറൽ വിഭാഗത്തിൽ വന്നിട്ടുള്ള 50 മാർക്കാണ് നെക്സൽ ഏരിയയിലേക്ക്. അതുപോലെ ITBP വന്നിട്ടുണ്ട്. ITBP ESM നമ്മൾ നോക്കുന്നില്ല. സർവീസ് EWSലേക്ക് നോക്കുകയാണെങ്കിൽ 44 വന്നിട്ടുള്ളത് ജനറൽ ഏരിയയിൽ. നെക്സൽ ഏരിയയിൽ EWSൽ ആരും തന്നെ കാണുന്നില്ല. അതുപോലെ ജനറൽ ഏരിയ OBCക്ക് വന്നിട്ടുള്ളത് 65 വന്നിട്ടുള്ളത്. നെക്സൽ ഏരിയ OBCക്ക് വന്നിട്ടുള്ളത് 40. അതുപോലെ ജനറൽ ഏരിയ SCക്ക് വന്നിട്ടുള്ളത് 51. നെക്സൽ ഏരിയ SC ആരും തന്നെ കാണുന്നില്ല, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇതാണ് ജനറൽ ഏരിയയിൽ ITBPയിൽ ജനറൽ വിഭാഗത്തിന് 58 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. വിഭാഗത്തിന് നെക്സൽ ഏരിയയിലുള്ളവർക്ക് 50 കട്ട് ഓഫ് അല്ല അതിൽ കൂടുതലാണ് വന്നിട്ടുള്ളത്. ഇനി SSBയിലേക്ക് കിടക്കുകയാണ്. SSB എക്സ് സർവീസ്മാൻ ആണ് ആദ്യം കാണിക്കുന്നത്. നമുക്ക് സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോകാം. അതിൽ EWS ആരും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ജനറൽ OBC വിഭാഗത്തിലേക്ക് 86 മാർക്കിൻ്റെ മുകളിലുള്ളവർ കയറിയിട്ടുണ്ട്. അതുപോലെ നെക്സൽ OBCയിലേക്ക് 75 കട്ട് ഓഫ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജനറൽ SC വിഭാഗത്തിന് 102 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. പിന്നെ നെക്സൽ SC വിഭാഗം ആരും തന്നെ ഇല്ല. പിന്നെ ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് തന്നെ 76 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. പിന്നെ ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് നെക്സൽ ഏരിയയിൽ ജനറൽ വിഭാഗത്തിന് 48 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർക്കുള്ളവരാണ് ഫൈനലി സെലക്ട് ആയിട്ടുള്ളത്. സോ ഇതാണ് കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. കേരളത്തിൻ്റെ മൊത്തം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഒരു വലിയൊരു വീഡിയോ ആയിട്ടുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ബാക്കി അപ്ഡേറ്റുകൾ ഉടനെ തന്നെ മറ്റുള്ള വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.